എങ്ങനെയുണ്ട്? നല്ല വെള്ളമാണോ? കുളിക്കാൻ അടിപൊളി തന്നെയാണ്, നല്ല തണുപ്പാണ്. പ്രിയപ്പെട്ടവരെ, മാക്രിയില്ല കുളം. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിലെ ഐത്തിക്ക് സമീപം മാക്രിയില്ല കുളം എന്ന കുളത്തിലാണ്. നമുക്കറിയാം വേനൽക്കാലത്തൊക്കെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഇവിടെ വരാം. ഇവിടെ ഒരുപാട് പൊതുജനങ്ങൾ അല്ലെ ഇവിടുത്തെ പരിസരക്കാർ കുട്ടികളൊക്കെ അടക്കം കുളിക്കുന്നൊരു കുളമാണ്. പക്ഷേ കുളത്തിൽ വ്യത്യസ്തമായ പായലും മറ്റും കുപ്പികളും കിടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യുവാനായി ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടപെടണം. കാരണം ഈ വെള്ളത്തിൽ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായാൽ ഒരുപക്ഷേ ഇവിടുത്തെ പരിസരത്ത് കുളിക്കുന്ന പിള്ളേർക്ക് അത് അവർ കുളിക്കുകയാണ്. ഇവിടെ സാധാരണ പണ്ട് വർഷങ്ങളായിട്ട് ഇത് കുളിക്കുന്ന ഒരു മാക്രിയില്ല കുളത്ത് നിരവധി കാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾ ഇതിനകത്ത് ഇറങ്ങി കുളിക്കുകയും കഴുകുകയൊക്കെ ചെയ്യുന്ന ഇതിനകത്ത് ചില ആൾക്കാരൊക്കെ പണ്ട് തുണി കഴുകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുളിക്കുന്ന ഒരു കുളമാണ്. പക്ഷേ നല്ല കുളമാണ്. നാലുചുറ്റും ഇവിടെ ഈ കുളം നിലനിർത്തുവാൻ അല്ലെങ്കിൽ ഈ കുളത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറാവണം. കാരണം ഒരുപാട് കുട്ടികളടക്കം ഇന്നയാണ് ഡെങ്കിപ്പനി ഉണ്ടാവുന്ന സാധ്യത ഉണ്ടാവും. മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ വളരെ ചന്തയേറിയൊരു കുളം തന്നെയാണ്. എല്ലാവർക്കും നല്ല തണുപ്പ്, ഒരുപക്ഷെ വേനൽക്കാലത്തൊക്കെ ഒരുപക്ഷെ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു കുളമായിരിക്കാം, നമുക്കറിയാം. കാരണം കല്ലും പ്രദേശമുള്ള സ്ഥലമാണ്. പെട്ടെന്ന് കുഴി കുഴിച്ചാൽ കിണറിൽ വെള്ളം കാണുന്നൊരു സ്ഥലമൊന്നുമല്ല ഈ പരിസരം മേഖലയൊക്കെ. പക്ഷേ വയൽ പാകമൊന്നുമല്ല, പക്ഷേ എന്നാൽ കല്ലും പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ഒരു കുളം സ്ഥിതി ചെയ്യുന്നു. ഈ കുളം നിലനിർത്തുവാൻ, ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറാവണം. ഇത് കൊല്ലം ഐത്തിൽ മാക്രിയില്ല കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. എന്തുണ്ട് മക്കളെ? എന്തിനാ പഠിക്കുന്നേ? +2 അവിടെ? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒല്ലെടുത്ത സ്ഥലങ്ങളിലും അവർ ചാടുന്ന രംഗം, പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ആറിലും കായലിലും ഒക്കെ കുളിക്കുന്ന മറ്റ് കാഴ്ചകൾ കാണാൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കുളങ്ങളും കായലുകളൊക്കെ ഉണ്ട്, കുളിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ പോലുള്ളവർ. പക്ഷേ അതെല്ലാം മാറി ഇന്ന് ഒരേ മുറ്റത്ത് ഓടി നടക്കാൻ പോലും കേരളത്തിൽ ഇല്ല. ഒരേ സ്ഥലങ്ങളിലും ഇൻ്റർലോക്കൊക്കെ ഇട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ചെടികളും വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ തന്നെ നമുക്കറിയാം നമ്മളെ മേഖലയിൽ ഒരു കുളം തന്നെ നമുക്ക് സാക്ഷിയാവുന്ന കുളത്തിൽ ജനങ്ങൾക്ക് കുളിക്കുവാനും നമുക്കറിയാം. ഒരു മുറ്റം കുളം കുഴിക്കാൻ പറ്റത്തില്ല. കുളം തേടി ചൂട് സമയത്ത് മലയാളികൾ എത്തുന്നു പലയിടവും. നമുക്ക് പായലും കുപ്പിയും പാഴും ഒക്കെ കിടപ്പുണ്ടല്ലോ. പായലും കുപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റിയതാണ്. വീണ്ടും വന്ന് ഇവിടെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് എടുത്തെറിയുന്ന സാധനങ്ങളായിരുന്നു. വലിച്ചെറിയുവാന്നുള്ള കുപ്പികളൊക്കെ കിടക്കുന്നു. നമ്മളെ കുളം സംരക്ഷിക്കണ്ടേ? നമ്മളെ കുളം സംരക്ഷിച്ചില്ലെങ്കിൽ അത് ഇതേണക്ക് നല്ല ഉപകാരമുള്ള ഒരു ചന്തയേറിയ പരിസ്ഥിതിയുടെ ഭാഗമായി, പ്രകൃതിയുടെ ഒരു ഭാഗമായി എല്ലാം കൊണ്ട് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം. നമുക്കറിയാം നീന്തൽ പഠിക്കാം. പിന്നെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ മാക്രിയില്ല സാധാരണ കേരളത്തില് മാക്രിയില്ല കുളം എന്നല്ലേ അറിയാം. മാക്രിയില്ല കുളത്ത് മാക്രി ഇല്ല. അതുകൊണ്ടാണ് തന്നെ ഈ കൊച്ചുനാളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്രി പിടിച്ചിട്ടുണ്ട്, ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് പിറ്റേ നമ്മൾ വന്ന് നോക്കുമ്പോൾ ചത്തുമലന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടർമാരൊക്കെ വന്നിട്ട് ഇതിന്റെ വെള്ളത്തിന്റെ സാമ്പിളൊക്കെ എടുത്തോണ്ട് വരും. ഒരുപാട് റിപ്പോർട്ടർമാർ വന്ന് വെള്ളത്തിന്റെ സാമ്പിൾ മാക്രി ഇല്ലാത്തതുകൊണ്ട് ഇതെന്താ സംഭവം എന്നറിയണം. മാക്രിയെ ഒക്കെ പിടിച്ചൊക്കെ ഇട്ട് നോക്കിയാണ്. പക്ഷെ മാക്രി ഇങ്ങനെ ചത്തുമലങ്ങി കിടക്കും. കൊണ്ടിട്ട് കുറച്ച് നിങ്ങൾ ഈ കുളത്തിൽ വന്നാണ് നീന്തലൊക്കെ പഠിച്ചേ? ഇവിടാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് കുളിക്കുന്നത് ഈ കുളമാണോ, കുളത്തിലാണോ? ഈ നീന്തൽ പഠിക്കുന്ന കുളമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നീന്തൽ പഠിക്കാം. അവർ പറഞ്ഞാൽ നീന്തൽ പഠിക്കാം. അപകടമില്ലാത്തൊരു കുളമാണ്, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു കുളമാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഐത്തിൽ നിന്നും മാക്രിയില്ല കുളത്തിൽ നിന്നും ക്യാമറമാൻ വിനു മോഹനോടൊപ്പം കൊല്ലത്തു നിന്നും കെ മീഡിയയ്ക്ക് വേണ്ടി ശില്പി രാജേന്ദ്ര പ്രസാദ്.